പത്തനംതിട്ടയിൽ നിന്ന് ശ്രീതി ശ്രീകുമാറിനും 24 സംഘവും ആ ദൃശ്യങ്ങളെത്തിക്കും. സ്മൃതി ബിജു എന്ന കലാകാരനാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ. ഹലോ, നമസ്കാരം. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് നമ്മോടൊപ്പം ഉള്ളത് സ്മൃതി ബൈജുവാണ്. ഒരു കലാകാരനാണ്. അദ്ദേഹം യേശു ക്രിസ്തുവിനെയും മാതാവിനെയും ഔസേപ്പ് പിതാവിനെയും ഒക്കെ തുണിയിൽ ആണ്, അല്ല ചേട്ടാ, തുണിയിലാണ്. എങ്ങനെയാണ് ചേട്ടാ ഈ ഇതിങ്ങനെ തുണിയിലൊക്കെ വരയ്ക്കാനുള്ളൊരു പ്രചോദനം എന്താ? ഞാനിങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ചിത്രരചന ശൈലി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് മനസ്സിൽ തോന്നുന്നതായ വ്യത്യസ്ത ഇനങ്ങളിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ ഇതിനകത്തിപ്പം മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വ്യത്യസ്ത നിറങ്ങളിലുള്ള തുണിക്കഷ്ണങ്ങൾ, അതേപോലെ തന്നെ മൾട്ടിവുഡിൻ്റെ പീസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പേപ്പർ കഷ്ണങ്ങൾ, ഇങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇങ്ങനെ ഒരു പ്രചോദനം എങ്ങനെയാണ് ഇങ്ങനെ ഒരു രംഗത്തേക്ക്, യേശു മാത്രമല്ല തൊട്ടപ്പുറത്ത് ഗാന്ധിയൊക്കെ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു രംഗത്തേക്ക് കടന്നു വരാനുള്ളൊരു കാരണം എന്താണ്? ഞാൻ ഫൈൻ ആർട്സ് കോളേജ് കഴിഞ്ഞ് പെയിൻറ്റിംഗ് ആയിരുന്നു എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും പെയിൻറ്റിങ് തന്നെയാണ്. എന്നാൽ ഒരു ചിത്രകാരനെ അല്ല ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പെയിൻറ്റ് കൊണ്ട് മാത്രമല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പ്രകൃതിയിൽ കാണുന്നതായ ഏതൊരു വസ്തുക്കൾ ഉപയോഗിച്ചും, അത് കല്ലായിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, കരി ആയിക്കോട്ടെ, ഇലയായിക്കോട്ടെ, ഏതൊരു വസ്തു ഉപയോഗിച്ചും നമുക്കൊരു ചിത്രരചന നടത്താനായിട്ട് സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധത്തിലുള്ള വ്യത്യസ്ത മീഡിയങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത മാധ്യമങ്ങളായിട്ടും നമ്മൾ പല വർക്കുകൾ ചെയ്യുന്നത്. ഗാന്ധി വന്നിറങ്ങിയ സ്ഥലമാണ് ഈ പറയുന്നത് പോലെ ഇലന്തൂർ എന്ന് പറയുന്ന പ്രദേശം. അവിടെ വെച്ച് ഗാന്ധിയെ അങ്ങ് പുനഃസൃഷ്ടിക്കുമ്പോൾ അതെന്തുകൊണ്ട് വീട്ടിലെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതെന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ച അങ്ങ്? ചിലർക്കൊക്കെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കളയുന്നതായ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും ആ വെച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം നമ്മൾ പുതിയ വസ്തുക്കൾ തന്നെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു തീമിലേക്ക് ഈ തുണി എന്ന് പറയുന്നൊരിതിലേക്ക് കോർത്തിണക്കുമ്പോൾ അതിനൊരു വേറൊരു സാധനം കൂടി ഉണ്ട്. കാരണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളയുന്ന സാധനമാണ്, പക്ഷെ ഒന്നും ചെറുതല്ല, ഒന്നും പാഴുമല്ല എന്നുള്ളൊരു സന്ദേശം അത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മുടെ ചുറ്റുപാടിൽ അഴുക്കായിട്ട് നമുക്കൊന്നുമില്ല. അത് നമ്മുടെ ഓരോരുത്തരും കാഴ്ചപ്പാടുകളാണ്. ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് വേറെ ആൾക്ക് അഴുക്കാകാം. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും മസ്കറ്റിൽ പുതുതായിട്ട് പണിതായ ഒരു പള്ളി ഉണ്ടായിരുന്നു. അതിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ അത് എവിടെ പോയി ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫെസ്റ്റിവൽ നടക്കുന്ന മസ്കറ്റിൽ ഞാനാണ് അതിൻ്റെ ആർട്ട് വർക്കുകൾ ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ധാരാളം വർക്കുകൾ എന്നെ തേടി വരുന്നുണ്ട്. ഈ നമ്മുടെ ഈ പുതിയ ചിത്രം തുണി കൊണ്ടുള്ള മാതാവും പിതാവും പുത്രനും എങ്ങനെയാണ്, എവിടെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാനിപ്പോൾ ഒരു റെക്കോർഡിന് അയക്കണം. ഈ വിധത്തിലുള്ളതായ ഒരു 10 വർക്കുകൾ USA ആസ്ഥാനമായുള്ളതായ ഒരു റെക്കോർഡിന് അയക്കണമെന്ന രാഗത്തിലാണ് ഇങ്ങനെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ എങ്ങനെയുണ്ട് എല്ലാവരും ഒരു പിന്തുണ എങ്ങനെയുണ്ട്? മകൻ ബികോമിനാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. കുടുംബത്തെ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എനിക്ക് എൻ്റെ ഭാര്യ രാജി, മകൻ്റെ പേര് അലോഷി എന്നാണ്. അവനിപ്പം ബികോമിന് ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ പറയുന്നത് പോലെ അത്ര കണ്ട് ഈ പറയുന്നത് പോലെ സ്പെഷ്യലായി ചെയ്ത ഒരു വർക്കാണ്. ചെറിയൊരു റെക്കോർഡിന് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റെക്കോർഡിന് അയക്കണമെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും ആ ഇൻ്റർനാഷണൽ റെക്കോർഡിലേക്ക് ചേട്ടൻ വരട്ടെ. ക്രിസ്മസ് ആശംസകളോടെ സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതവണ്ണനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.